ഹായ് ഡിയേഴ്സ്. നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഞാൻ ഇന്നൊരു കോറ മെറ്റീരിയലും കൊണ്ടാണ് വന്നേക്കുന്നത്. ഇപ്പം കാണിച്ച ആ ഡിസൈനാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ മെറ്റീരിയൽ തപ്പി 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 ഞാൻ ഒരു വഴിയായിട്ടോ. ഈ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഈ കോറ മെറ്റീരിയൽ. ആണ് ഞാൻ നേരെ ലൈനിങ് എടുത്തിട്ടുണ്ട്. കോറ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ വളരെ തിന്നാണ്. അപ്പോൾ നല്ല ലൈനിങ്ങാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നേരെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തു. സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിന് ചെയ്യുന്നത്. ഒരു ടോപ്പ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമാണ് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് ഇതേപോലെ ചരിച്ചങ്ങ് വരച്ചേക്കണം കേട്ടോ. എന്നിട്ട് ഞാനതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത്, നമ്മുടെ കോറ മെറ്റീരിയൽ. അപ്പം ഞാൻ ഓരോ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബാക്ക് പീസിനുള്ള പീസ് മടക്കിയിട്ടിട്ട് ഈ ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന് ഇച്ചിരി ലെങ്ത്ത് കുറവായിരുന്നു. അപ്പം നമുക്ക് വേണ്ട ലെങ്ത്ത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ആണ് ഞാനത് അങ്ങനെ മാർക്ക് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ ലെങ്ത്ത് വരുന്നത് 42 ആയിരുന്നു. ഈ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് 40 കഷ്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ദാ മെയിൻ ക്ലോത്തിൽ എൻ്റെ ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് ഞാൻ നേരെ ഈ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ബാക്ക് പീസ് കറക്റ്റ് അതേപോലെ തന്നെ നമുക്ക് എ ലൈനായിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരിച്ചിരി ഡിഫറൻസ് വരുന്നത്. അതായത് ഫ്രണ്ടിൽ നമ്മുടെ സെൻറ്റർ പോർഷനിൽ ചെറിയ പ്ലീറ്റ്സൊക്കെ ആ മോഡലിൽ കണ്ടില്ലേ? അപ്പോൾ അത് നമുക്ക് വേണം. അപ്പോൾ എത്ര നമുക്ക് പ്ലീറ്റ്സ് വേണോ അതനുസരിച്ച് നമ്മുടെ ലൈനിങ് ഇച്ചിരി നീക്കി വെച്ച് കൊടുക്കുക. കണ്ടോ ഞാൻ ആ ആം ഹോൾ വന്നേക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ പ്ലീറ്റ്സ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മളിതിങ്ങനെ നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് പാനൽ പോലെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ലൈനിങ്ങിൽ കട്ട് ചെയ്തതിനകത്തുനിന്ന് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടാണ് ആ സെൻറ്ററിൽ കട്ടിങ് പോയേക്കുന്നത് കേട്ടോ. കാരണം ഞാനിതൊരു ട്യൂട്ടോറിയൽ പോലെയല്ല ഞാൻ ചെയ്തേക്കുന്നത്. കാരണം ഇതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ നിങ്ങളും ഇത് കട്ട് ചെയ്ത് തെറ്റിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാതിരുന്നത്. ഇത് ഞാൻ വളരെ ഡൗട്ടോടുകൂടി ഇത് കറക്റ്റ് ആവുമോ, ഞാൻ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ മോഡൽ ഞാൻ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നോക്കിയിട്ട് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഈ ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കട്ട് ചെയ്യുന്നത് തന്നെ. 23rd നൈറ്റ് ഒരു 12 ഒക്കെ ആവാറായി കാണുമായിരിക്കും. അതിനുശേഷം 24th രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് നേരെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവിടെ ആ ഒരു ചെറിയ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ ആ പ്ലീറ്റ്സ് ഞാനിങ്ങനെ ഇട്ടിട്ട് നോക്കുക, സെൻറ്റർ മാർക്ക് ചെയ്തിട്ടാണ് ഇട്ട് നോക്കുന്നത്. ഇത് നന്നായിരിക്കുമോ, എങ്ങനെ ആവും എന്നൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ നേരെ ആ പ്ലീറ്റ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുവാണ്. പിന്നെ ഇവിടെ ഏട്ടനും അമ്മയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, "നിനക്ക് ഈ ക്രിസ്മസിന് ഇത് തന്നെ ഇടണമെന്ന് നിർബന്ധമാണോ? കയ്യിലുള്ള വേറെ ഡ്രസ്സ് ഇട്ടാൽ പോരേ" എന്നൊക്കെ. എനിക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ വാശികളൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ. കാരണം ഞാൻ എപ്പോൾ വിചാരിക്കുന്നോ അപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇടണം. അതിനി എത്ര സമയമില്ലെങ്കിലും ഞാനത് തയ്ച്ചെടുത്ത് ഞാനത് ഇട്ടിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിലും എനിക്ക് നേരത്തെ കൊടുക്കുന്നതിനേക്കാളും ആ തലേ ദിവസം ഇരുന്ന് തയ്ക്കുന്നതിൻ്റെ ആ ഒരു സുഖം അതെങ്ങനെയാണ് പറയാമെന്നറിയത്തില്ല. അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട മോഡലിൽ ലേസൊന്നും ഇല്ലായിരുന്നു. ഞാനിതിൽ കുറച്ച് ലേസൊക്കെ അങ്ങ് അഡീഷണൽ ആഡ് ചെയ്യുവാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മളത് ഏതൊരു മോഡൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഞാനൊരിച്ചിരി ചെറിയ നെക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. വലിയ ഇറങ്ങിയ നെക്കൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ദാ ആ ലേസ് വെച്ച് കൊടുത്തപ്പോൾ എനിക്കത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് വെച്ചൊക്കെ നോക്കിയപ്പോൾ. എന്നാൽ പിന്നെ നമ്മുടെ ആ ഒരു സ്ക്വയർ ആയിട്ടുള്ള പീസിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന പീസിലും കൂടി ഞാൻ ലേസ് വെച്ച് കൊടുക്കാമെന്നിങ്ങനെ ആലോചിക്കുവാണ്. അതും കൂടി വെച്ച് കൊടുത്താൽ നന്നായിരിക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ചെയ്യുക. എന്തായാലും എൻ്റെ കയ്യിൽ ആ കറക്റ്റ് കളർ ലേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനൊരു തവണ ബ്രോഡ്വേയിൽ പോയപ്പോൾ അവിടെ ലേസ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ആ മാർക്കറ്റ് റോഡിനകത്തെ. അങ്ങനെ അവിടെ കയറി ഞാൻ മേടിച്ച് വെച്ചിരുന്ന ഒരു ലേസ് ആട്ടോ, ഒരു 10 മീറ്റർ ലേസ് ഞാനന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ സെയിം കളർ ലേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും എനിക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനും പറ്റി. ഇതൊന്നും അന്വേഷിച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായില്ലല്ലോ. കണ്ടോ ഞാൻ ആ സ്ക്വയറായിട്ട് കറക്റ്റായിട്ട് അങ്ങ് വെച്ച് കൊടുത്തത് കൊണ്ട് അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. ആ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു എംബ്രോയ്ഡറി ഉണ്ടായിരുന്നു. ആ മോഡലിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോൾ ആ ഒരു ചെറിയ എംബ്രോയ്ഡറി ചെയ്യാനാണ്. എനിക്ക് വലിയ എംബ്രോയ്ഡറി ആയിട്ട് വലിയ ഒരു പിടുത്തമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പേരൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ആ മോഡലിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ അത് അങ്ങനെ കറക്റ്റായിട്ട് വരും എന്ന് എനിക്ക് തോന്നി.
അങ്ങനെ ഞാൻ ദാ ഇതിങ്ങനെ കുത്തി, കുത്തി, കുത്തി എടുക്കുവാണ്. സത്യത്തിൽ എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്കാരൊന്നും ഇങ്ങനെ കുത്തി, കുത്തി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്തോ ബാക്ക് സ്റ്റിച്ചോ അങ്ങനെ എന്തൊക്കെയോ പറയുമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇങ്ങനെയാട്ടോ ചെയ്തത്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പക്ഷേ ഈ തുണിയുടെ ഒരു കുഴപ്പംന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ അറിയാലോ നല്ല ഗ്യാപ്പാണ്. നല്ല ഇങ്ങനെ ആ ഒരു നെറ്റ് പോലത്തെ തുണിയാണേ. അപ്പോൾ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇതും കൂടി അങ്ങ് പോരും. നമ്മൾ കെട്ടിടുമ്പോൾ തന്നെ കെട്ടിട്ടിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ ബാക്കിന്ന് ഈ നൂലടക്കം ഇങ്ങ് ഫ്രണ്ടിലോട്ട് ഇങ്ങ് പോരുമായിരുന്നേ. അതുകൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച്, സൂക്ഷിച്ച് പയ്യെ, പയ്യെ ആട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം. എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചെടുക്കും എന്നല്ലാതെ അങ്ങനെ വലിയ എനിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ടൈം എടുത്താണ് ചെയ്തത്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാ വീഡിയോയിലും ഞാൻ പറയും എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു എന്ന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നും കൂടി നിങ്ങൾ പറയണം കേട്ടോ ഞാൻ ചെയ്തത്. അങ്ങനെ നേരെ ഞാനൊരു കഴുത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ചെയ്ത എംബ്രോയിഡറിയും ആ വെച്ച ലേസും ഈ കഴുത്ത് കട്ട് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഭംഗിയൊന്ന് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് തന്നെ. അങ്ങനെ പിന്നെ കഴുത്തടിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം എല്ലാ വീഡിയോയിലും നമ്മൾ ഈ വീനക്കൊക്കെ അടിക്കുന്ന കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം എന്നോട് ഇവിടെ ഏട്ടൻ ചോദിച്ചാൽ "നീ കോറ മെറ്റീരിയലൊക്കെ ആരെങ്കിലും ഇടുമോന്ന്?" ഞാൻ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഇതിന് 3000 4000 ഒക്കെ ഡ്രസ്സിന് റേറ്റ് കൊടുത്തിട്ടുണ്ട്. വെറും 40 രൂപയുള്ളൂ ഈ മെറ്റീരിയലിന് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ക്രിസ്മസിന് എൻ്റെ പുതിയ ഡ്രസ്സ് ഞാൻ വിചാരിച്ച അതേ മെറ്റീരിയലിൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ക്രിസ്മസ് ട്രീ പോലും വെച്ചത് കേട്ടോ. ഞാനങ്ങനെ പുൽക്കൂടൊന്നും വെക്കാറില്ല. ഞാൻ എല്ലാ വർഷവും ക്രിസ്മസ് ട്രീ ആണ് വെക്കുന്നത്. പക്ഷേ എനിക്കത് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത് തന്നെ വെച്ചിട്ട് ഇടണമെന്ന്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്